കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. മട്ടന്നൂർ നഗരസഭയിലെ ജൈവവൈവിധ്യ കേന്ദ്രമായ പൂങ്ങോട്ടുംകാവിനെ വിനോദസഞ്ചാര കേന്ദ്രമായി മാറ്റാൻ പദ്ധതി തയ്യാറാക്കുന്നു. നഗരസഭാ ബജറ്റിൽ 20 ലക്ഷം രൂപയാണ് ഇതിനായി മാറ്റിവെച്ചത്. പാർക്ക് നിർമ്മാണത്തിനായി 10 ലക്ഷവും ഇവിടേക്ക് ഹരിതപാത നിർമ്മിക്കാൻ 10 ലക്ഷം രൂപയും ചെലവഴിക്കും. കോളാരിയിലുള്ള പൂങ്ങോട്ടുംകാവ് ഒട്ടേറെ ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ്. വേനലിലും വറ്റാത്ത അരുവികളും വൻമരങ്ങളും ഒരു കാവും ഇവിടെയുണ്ട്. ഈ മരങ്ങളുടെ കാവടി വേരുകളും ആകർഷിക്കുന്ന കാഴ്ചയാണ്. ഇവിടുത്തെ ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ പരിസ്ഥിതി വിദഗ്ധരും വിദ്യാർത്ഥികളും എത്തിച്ചേരാറുണ്ട്. നഗരസഭയിലെ ജൈവ വൈവിധ്യ സർവേ, പരിസ്ഥിതി സെമിനാറുകൾ തുടങ്ങിയവയും ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. പൂങ്ങോട്ടുംകാവ് സംരക്ഷിക്കാനും ടൂറിസം കേന്ദ്രമായി വികസിപ്പിക്കാനും ഏറെ നാളായി ശ്രമം നടത്തി വരുന്നുണ്ടെങ്കിലും ഫലപ്രദമായിരുന്നില്ല. പെറ്റാർട്സ് ഏജൻസിയുടെ സഹകരണത്തോടെ സ്ഥലത്ത് മുൻപ് ഒരു പാർക്ക് ഒരുക്കിയിരുന്നു. നഗരസഭയുടെയും മറ്റ് സംഘടനകളുടെയും മുൻകൈയിൽ ഇവിടം ശുചീകരിച്ചു പോരുന്നുമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഇക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂങ്ങോട്ടുംകാവ് ടൂറിസം കേന്ദ്രമാക്കി മാറ്റുന്നതിന് പദ്ധതി തയ്യാറാക്കിയിരുന്നു. ടൂറിസം ഡയറക്ടർ ഉൾപ്പെടെ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. വനത്തിന് പുറത്തായി സഞ്ചാരികൾക്ക് വേണ്ട വാഹന പാർക്കിംഗ്, ടോയ്ലറ്റ് സൗകര്യങ്ങൾ തുടങ്ങിയവ സജ്ജീകരിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ അധികൃതർ വേണ്ടത്ര താൽപര്യം കാണിക്കാതിരുന്നതോടെ എല്ലാം കടലാസിലൊതുങ്ങി. നഗരസഭ 20 ലക്ഷം രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചതോടെ പൂങ്ങോട്ടുംകാവിന്റെ വികസനത്തിനുള്ള സാധ്യത തെളിയുകയാണ്. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. 10 വർഷത്തിലധികമായി ചാലോടിന്റെ മണ്ണിൽ ശാസ്ത്രീയ നൃത്തരംഗത്ത് തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച കലാദർപ്പൺ സ്കൂൾ ഓഫ് ആർട്സ് BSS അംഗീകൃത പഠന കേന്ദ്രം, നിഷിത കോംപ്ലക്സ്, ബസ് സ്റ്റാൻഡ്, ചാലോട്.